ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് പോകുന്നത് കോന്തുപുലം, അതായത് മുരിയാട് പാടശേഖരത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു കോന്തുപുലം എന്ന സ്ഥലത്തേക്കാണ് ഇന്നത്തെ യാത്ര എൻ്റെ. അതായത് ഞാൻ ഒരു കൊച്ചിൻ ആംഗ്ലേഴ്സിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ ഭാഗം തിരഞ്ഞെടുക്കാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് വളരെ രസകരമായ സ്ഥലമാണ്, വളരെ പ്രകൃതി മനോഹരമായ സ്ഥലമാണ്. നിങ്ങൾക്ക് ഇതിൽ കണ്ടറിയാം. പിന്നെ അതുപോലെ തന്നെ വളരെ മീനുകൾ ധാരാളം ഈ ഭാഗങ്ങളിലുണ്ട്. എനിക്ക് ഏകദേശം ഇവിടെ നിന്ന് ഒരു 3.5 കിലോത്തോളം വരുന്ന ചേരാനും, അതായത് ചെറുമീൻ എന്ന് പറയും, അതുപോലെ തന്നെ സ്നേക്ക് ഹെഡിൽ വരുന്ന ബ്രാല് 2 കിലോത്തോളം വരുന്ന ബ്രാലും, എങ്ങനെ വന്നാലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ 2-3 മീനെ കിട്ടാതെ ഇവിടുന്ന് ഞാൻ ഇതുവരെയ്ക്കും തിരിച്ചു പോയിട്ടില്ല. ഞാൻ ഉപയോഗിക്കുന്ന റോഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിവാക് XT ആണ്. റീല് ഷിമാന കമ്മിൻ്റെ പ്രൊഡക്ടർ എന്ന റീലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ വളരെ സ്മൂത്താണ് അത് ചെയ്യാനായിട്ട്, ഹാൻഡിൽ ചെയ്യാനും വളരെ ഇതാണ്. അതുപോലെ തന്നെ ഈ റോഡിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുന്ന വെയിറ്റ്, ഡെഡ് ലിഫ്റ്റ് പറയുന്നത് 15 കിലോ വരെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന ജപ്പാൻ ടെക്നോളജിയുള്ള റോഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നോർമലി സ്നേക്ക് ഹെഡിന് ഉപയോഗിക്കുന്നത് ഫ്രോഗുകളാണ്. ഞാൻ ഇന്ന് ഉപയോഗിക്കുന്ന ഫ്രോഗ് റീൽ വാല്യൂവിൻ്റെ 10 ഗ്രാമിൻ്റെ ഫ്രോഗാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ കാസ്റ്റിങ്ങിലും നമുക്ക് ഫിഷ് സ്ട്രൈക്ക് ചെയ്യണമെന്നില്ല. അത് നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ ഫിഷ് നിൽക്കുന്ന ലൊക്കേഷൻ ഏകദേശം നമ്മുടെ മനസ്സിലൊരു ധാരണ വേണം. ഇന്ന സ്ഥലത്ത് അതുണ്ടായിരിക്കാനുള്ള, അത് നമ്മൾ വന്ന് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ പോകുന്ന സമയത്ത് എപ്പോഴും 2 പേര് ഒരുമിച്ച് പോകുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിലാണ് പോകുമ്പോൾ 2 തോടിൻ്റെ ഇരുവശങ്ങളിലൂടെ പോവുകയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് കാസ്റ്റ് ചെയ്യുമ്പോൾ മറുവശത്ത് അത് കൊളുത്തി പിടിച്ചാൽ അത് വിടിയിക്കാനും ഇതിനൊക്കെ ഒരു ഹെൽപ്പിന് എപ്പോഴും ഒരു ആളാവശ്യമാണത്. പിന്നെ അതുപോലെ തന്നെ വളരെ മനോഹരമായ സ്ഥലം എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം കൂടി ഇതിലുണ്ട്. ഈ ഇരിഞ്ഞാലക്കുടയുള്ള കൂടൽമാണിക്യ ക്ഷേത്രത്തിലേക്കുള്ള വേണ്ടി വരുന്ന താമരപ്പൂക്കൾ ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത്. ഒരുപാട് സ്ഥലങ്ങളുണ്ട്, പക്ഷേ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് ഈ സ്ഥലത്താണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിളികൾ, ഏകദേശം ഒരു 48 തരത്തിലുള്ള കിളികൾ ഉള്ള പാടശേഖരമാണ് ഈ മുരിയാട് പാടശേഖരം എന്നാണ് പക്ഷി നിരീക്ഷകരായിട്ടുള്ള റാഫി പോലുള്ള വ്യക്തിത്വങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഡിസംബർ ജനുവരി മാസമാണ് ഏറ്റവും കൂടുതൽ മീനുകളെ ഈ വരാലുകൾ അടിക്കുന്ന സമയം അതാണ്. പിന്നെ അവിടെ നെല്ല് തന്നെ സ്വർണ്ണ കളറിലുള്ള നെല്ല് നിൽക്കുന്ന ആ ഒരു മനോഹാരിതയും നമുക്ക് അവിടെ നിന്ന് ഒപ്പിയെടുക്കാൻ പറ്റും. ഇതിന് ചിറയിലെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് ആറ്റുവാളകളുള്ള ചിറയാണ്. എനിക്ക് ഇവിടെ നിന്ന് 2.5 കിലോത്തോളം തൂക്കം വരുന്ന വാളയേനെ എനിക്കിതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇന്ന് അധികം വലുപ്പമില്ലെങ്കിലും ഒരെണ്ണത്തിനെ കിട്ടിയിട്ടുണ്ട്. അത് ഏകദേശം ഒരു 600 ഗ്രാമത്തോളം ഉണ്ടാവും.